എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം, ഒരു നിർവൃതി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. കാര്യം വേറൊന്നുമല്ല, ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രാജുവലി നമ്മൾ യൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യും തോറും ഗ്രാജുവലി നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ആകുന്നതായിട്ടും വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ടും അറിയാൻ പറ്റും. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല, കഴുത്തിൽ, കയ്യിൽ, കാലിൽ മുഴുവനും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഫുൾ ബോഡി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അതുമാത്രമല്ല, ഇത് നമുക്ക് കാലിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള അഴുക്ക്, പൊടി, സൺ ടാൻ ഇതൊക്കെ കൊണ്ടുള്ള കറുത്ത നിറം ഇതൊക്കെ മാറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിൻ തരാനും ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാര്യം നിങ്ങൾ കണ്ടു നോക്ക്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും റിസൾട്ടും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ വന്നിട്ട് എൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയാം. രാത്രി ഫുൾ ഞാൻ പുറത്തായിരുന്നു ഒരു മണി വരെ. അത് കാരണം എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കുവാണ്. സോ ഇന്നത്തേക്ക് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. നാളെ ആകുമ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്കിങ്ങനെ ഫേസ് പാക്ക് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഫസ്റ്റ് ആൻഡ് മെയിൻ അടിപൊളി ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ 1 സ്പൂൺ ആദ്യം എടുത്ത് ചേർത്ത് കൊടുത്തു. അപ്പോൾ തോന്നി കുറച്ചും കൂടെ വേണമെന്ന്. അങ്ങനെ ഇച്ചിരി കൂടി അരിപ്പൊടി 1-1.25 സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സ്പൂണാണ്, അതനുസരിച്ച് എടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ധാത്രിയുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ, എൻ്റെ ഉള്ളത് ഞാൻ എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുക്കുക. പിന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും മഞ്ഞൾ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. കിട്ടാത്ത ആരെങ്കിലും ഉണ്ട് വാങ്ങണം എന്നുള്ളവർക്കാണെങ്കിൽ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. മോസ്റ്റ്ലി അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനാണ് സാധ്യത. പക്ഷെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇത് ഓൺലൈനിൽ മാത്രമല്ല, നമുക്ക് വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ, മെഡിക്കൽ ഷോപ്പിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഈ ഒരു കസ്തൂരി മഞ്ഞൾ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. നിങ്ങൾക്ക് ഏത് മഞ്ഞളാണോ ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളത്, നന്നായിട്ട് വർക്ക് ആവുന്നത്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ്. മൊത്തം 4 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അതിൽ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റായ പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. അതുപോലെ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആകുന്നതായിട്ടും ബ്രൈറ്റ് ആകുന്നതായിട്ടും അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ മിക്സ് ചെയ്യാൻ ആദ്യം 2 സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നോക്കിയതാണ്, പക്ഷേ സെറ്റാവണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1 സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് മിക്സായി ഏകദേശം ഒരു കുറച്ച് തിക്കായിട്ടുള്ള, എന്നാൽ ഒരുപാട് തിക്കല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഇതിൽ നമ്മുടെ 4ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് അരിപ്പൊടി ചേർത്ത് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് ഇച്ചിരി ലൂസ് ബാറ്ററായിട്ട് അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം നമ്മളിനി കുറച്ച് നേരം വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അത് വെച്ചേക്കുന്ന സമയത്ത് ഇത് കട്ടിയാവൂലേ, അതൊന്ന് മാനേജ് ചെയ്യാനാണ് ഇച്ചിരി ഒരു പൊടിക്ക് ലൂസ് കൺസിസ്റ്റൻസി ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ലൂസാകും നമ്മുടെ ഒരു ഫേസ് പാക്ക്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു രീതിക്ക് വേണം ഫസ്റ്റ് നമ്മുടെ പാക്ക് വരാനായിട്ട്. അതിനുശേഷം നമുക്ക് തേനും കൂടെ ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റൈസ് ഫ്ലോറൊക്കെ തന്നെ നന്നായിട്ട് കുതിർന്നിട്ട് നല്ല ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടാവും. സോ നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ ഒരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് യെല്ലോ കളറാണ്, ബൗളും യെല്ലോ കളറാണ്, ഭാഗ്യത്തിന് സ്പൂണും ബാക്ക്ഗ്രൗണ്ടും റെഡ് കളറായി. മൊത്തത്തിലൊരു യെല്ലോ റെഡ് കോമ്പിനേഷനിൽ ഇരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ ഫേസ് പാക്കിൻ്റെ ശരിക്കുള്ള കളർ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ എന്ത് ബ്രൈറ്റ് ആണെന്ന് നോക്കണേ, അടിപൊളിയാണ്. പിന്നെ നമ്മൾ മഞ്ഞൾ ചേർത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നെ സൂത്തൻ ചെയ്യും. കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഞാനിവിടെ ഈ ഒരു ബ്രഷ് വെച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈവച്ചും അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഇനി ബ്രഷ് വേണമെങ്കിൽ അതും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് പാക്കിൻ്റെ ബ്രഷസൊക്കെ തന്നെ ഓൺലൈനിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഞാനിത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഉള്ളത്. ഒരെണ്ണം വാങ്ങിച്ചാൽ തന്നെ കുറേ നാൾ നമുക്കത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കഴുകി യൂസ് ചെയ്താൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് 1 വർഷത്തോളമായി, അറിയാമോ, അത്രയും ഡ്യൂറബിളാണ് ഈ ഒരു ബ്രഷ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം.
ഫ്ലിപ്കാർട്ടിൽ ലിങ്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നല്ലതാണ്, നന്നായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൈ വെച്ച് അപ്ലൈ ചെയ്താലും മതി, കൈ വെച്ച് അപ്ലൈ ചെയ്യുന്നവർക്ക് അങ്ങനെയും ആകാം. പിന്നെ ആവശ്യമുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം, കയ്യിലും കാലിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഫുൾ ബോഡി വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ സെമി ഡ്രൈ ആകുന്നത് കാണിക്കുന്നുണ്ട്. സാധാരണ ഞാൻ സെമി ഡ്രൈ ആകുമ്പോൾ നിങ്ങൾ ഈ ഫേസ് പാക്ക് വാഷ് ചെയ്യണം എന്നാണ് പൊതുവേ പറയാറ്. പക്ഷേ ഇന്ന് ഞാൻ സെമി ഡ്രൈ ആയിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മളത് വാഷ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. കാര്യം നമ്മൾ ഈ ഫേസ് പാക്ക് ഒന്നും തന്നെ കംപ്ലീറ്റ്ലി ഡ്രൈ ആകുന്നവരെ വെച്ചിരിക്കാനായിട്ട് പാടില്ല. എന്നാൽ സ്കിൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ്. അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചില ഭാഗത്ത് കട്ടിയായിട്ടും ചില ഭാഗത്ത് ഭയങ്കര തിന്നായിട്ട് ഇരിക്കുന്നുണ്ട്. സോ അത് ഞാനൊന്ന് മാനേജ് ചെയ്ത് ഈവനാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി തിക്കായിട്ടിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. 15 മിനിറ്റ് ആകുമ്പോൾ സെമി ഡ്രൈ ആയി തുടങ്ങും. അപ്പോഴേക്കും നമുക്കിത് വാഷ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഡ്രൈ ആയി തുടങ്ങുന്നുണ്ടാവും. കംപ്ലീറ്റ്ലി ഡ്രൈ ആയി പോയാൽ നിങ്ങളൊന്ന് വെള്ളം തളിച്ച് കൊടുക്കുക. എന്നിട്ടിത് കുറച്ച് നേരം കൂടെ വച്ചേക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഇറങ്ങുള്ളൂ. പിന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ഈ ഒരു ഫേസ് പാക്കിന് പോലെ ഇത്രയും ബെസ്റ്റായിട്ടുള്ളൊരു ഐറ്റം വേറെ ഇല്ല. നിങ്ങൾക്കൊരു യെല്ലോ ടിൻറ്റ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ രാത്രി സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മഞ്ഞൾ ചേർക്കുന്നത് കൊണ്ടാണ്. ഇനി മഞ്ഞൾ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ പാലിന് പകരമായിട്ട് നമുക്ക് തൈരും യൂസ് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും വെച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ലതാണ്. സൺ ടാൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വലിയ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ തൈര് യൂസ് ചെയ്യുക. തൈര് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. എന്നാൽ സൺ ടാൻ മാറാനായിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ ഡ്രൈ ആകുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം, ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ കൺസേൺ എന്താണോ അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരു സെമി ഡ്രൈ ആയിട്ടുള്ള കൺസിസ്റ്റൻസി. കണ്ടോ, തിന്നായിട്ടുള്ള ഭാഗമൊക്കെ തന്നെ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ചുണ്ടിന് അവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് ഡ്രൈ ആയി. അപ്പോൾ ഇത് വെള്ളം തളിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട്. ഒന്ന് കുതിർത്തെടുക്കണം. എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് അങ്ങനെ വാഷ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് സ്ക്രബിങ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുന്നൊരു സ്ക്രബിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബ്. ബാക്കി ഫേസ് പാക്കിലൊന്നും തന്നെ ഞാൻ സ്ക്രബ് ചെയ്യാൻ നിൽക്കാറില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. അടുത്തതായിട്ട് ഒരു നല്ല ടവൽ വെച്ചിട്ട് മുഖം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കരുത്. ജസ്റ്റ് ഒന്ന് എക്സസ് ആയിട്ടുള്ള വെള്ളം മാത്രം ഡ്രൈ ആക്കി ഒന്ന് തുടച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇതൊരു എല്ലാ ദിവസവും നിങ്ങളൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാ ദിവസവും പാക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നാണെങ്കിൽ ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും 3 മുതൽ 4 ദിവസമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഡ്രാസ്റ്റിക് ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ കൺസേണിന് വേണ്ടിയിട്ടോ അങ്ങനെയാണെങ്കിൽ പോലും യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സ്കിന്നൊന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കണം, ബ്രൈറ്റൻ അപ്പ് ചെയ്തെടുക്കണം എന്നാണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും അത്രമാത്രം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതോടൊപ്പം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അവർക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ കിട്ടട്ടെ. അതുപോലെ നമുക്കിത് വാഷ് ചെയ്തതിന് ശേഷം അങ്ങനെ വിടരുത്. നിങ്ങൾ എന്താണോ സ്കിൻ കെയർ അതിനുശേഷം നൈറ്റൊക്കെ ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണം. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ആക്റ്റീവ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ജെൻറ്റിലായിട്ട് വേണം സ്കിന്നിലോട്ട് അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും ഈ ഒരു പാക്ക് ആയാലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. സോ നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ബ്യൂട്ടിഫുൾ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പല്ലേ, എല്ലാവർക്കും സൂപ്പർ റിസൾട്ട് കിട്ടും. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.